നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ് അധ്യാപികയാണ്. അതുകൂടാതെ തന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിരി എനിക്കിഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. പിന്നെയും കൂടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നോ പറയാൻ അറിയാത്ത ഒരു പാവം ശശിയുടെ പെങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെ നോന്ന് മാത്രം പറയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളുടെ ജീവിതത്തിലൊക്കെ കുറേ ഭീകര ജീവികളൊക്കെ ഇനി കടന്നു വരും. ഞങ്ങളുടെ പണ്ടുള്ള കുട്ടികളുടെ കാലത്തുള്ള ഭീകര ജീവികളെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിലുള്ള കണക്ക് സാറുമാരായിരുന്നേ. ഈ കണക്ക് സാറുമാരെന്ന് പറഞ്ഞാൽ മറ്റ് അധ്യാപകരിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ സാറിനൊരു പെട്ടി ഉണ്ടായിരുന്നേ. ഈ കണക്ക് പെട്ടിയും ആ കണക്ക് പെട്ടിക്കകത്തുള്ള ആ കണ്ടൻസോ ബോട്ട്സും കാരണം എന്തുമാത്രം പീഡനങ്ങളാണെന്നറിയാമോ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്ന ഈ മാങ്ങാണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പറക്കിയെടുത്ത് ഞങ്ങളുടെ തുണിസഞ്ചിക്കകത്തും അതുപോലെ തന്നെ ഈ സാറിൻ്റെ മറ്റേ പെട്ടിയുണ്ടല്ലോ ആ പെട്ടിക്കകത്ത് കൂടെയൊക്കെ ആക്കി ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് സ്കൂളിലോട്ട് കയറി വരുന്നത്. എന്താണെന്നറിയത്തില്ലേ, ആദ്യത്തെ പീരീഡ് ചിലപ്പോൾ മലയാളമായിരിക്കും കേട്ടോ. മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മലയാളം പീരീഡ് ആണല്ലോ എന്നും വിചാരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് ദേ നിൽക്കുന്നു ഒരു കണക്ക് സാറ്. സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു സർപ്രൈസ് താരം പോലെ കയറി നിൽക്കുകയാണ്, ഒരു ഉളുപ്പമില്ലാതെ ഈ കണക്ക് സാറ്. സാറിനെ കാണുന്ന പടി ഞങ്ങളുടെ ഉയരുണ്ടല്ലോ മേലോട്ടങ്ങ് കയറിപ്പോവും. എങ്ങനെയാണെന്നറിയാമോ, ഈ ഹൈഡ്രജൻ ബലൂൺ കയ്യിൽ നിന്ന് ഊർന്നങ്ങ് പോകുമ്പോൾ എങ്ങോട്ടാണ് കയറിപ്പോന്നേ, മേലോട്ട് കയറി പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോവും. പിന്നെ പല്ലില്ലാത്ത മൊണാലിസ ചിരിക്കുന്ന പോലെ സാറിനെ നോക്കിയെന്ന് ചിരിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ടങ്ങ് കയറിപ്പോവുകയാണ്. അതായത് വിടരും മുമ്പേ കൊഴിഞ്ഞ പുഷ്പം കണക്ക് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്കില്ല, അതില്ല, അതെന്തിടയില്ല, അത് ഞങ്ങൾക്ക് സീറ്റില്ലെന്ന്. ഇനി എന്തോന്ന് സീറ്റ്, 4 കാലിൽ പിമ്പിരി ആടി കളിക്കുന്ന ഈ കൊടിയന്മാരുണ്ടല്ലോ, ആടി ഇങ്ങനെ നിൽക്കും. അതുപോലാണ് ഞങ്ങളുടെ സീറ്റ്, അതായത് ബെഞ്ചുകൾ. പണ്ടത്തെ ബെഞ്ചുകളാണ്. ഈ ബെഞ്ചിലിരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ ഉണക്ക നെത്തോലി പോലെ ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ കാണുമ്പോഴേ ബലൂൺ പോലെ അങ്ങ് വീർക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കഥയില്ല കേട്ടോ. ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ കണ്ണുരട്ടി കാണിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവന്മാരെ പോലുള്ളവന്മാർ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലേ തറകൾക്ക് തറ തന്നെ ശരണം, ഇല്ലയോ? ഞങ്ങൾ തറയിലോട്ടങ്ങ് ഇരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കണക്ക് സാറിനുണ്ടല്ലോ, സാറിൻ്റെ 28 കെട്ടിന് സാറിൻ്റെ പേരൻസ് ഇട്ട ഒരു പേരുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ വിളിക്കത്തില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ടങ്ങ് പേരിടും. സാറിനോട് പേരിടും. ഞൊളയനും വളിയനും വെട്ടാവളിയനും വാൽമാക്രിയും പുളുന്തനുമൊക്കെ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൂടെ കടന്നുപോയ കണക്ക് സാറന്മാരായിരുന്നു. ഞങ്ങൾക്ക് മാത്രം സ്വന്തം, വേറെ ആരും ഇത് പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സാറുണ്ടല്ലേ, കോണെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. കോൺ സാറിനെ കാണുന്ന പാടെ ഞങ്ങളുടെ കോണങ്ങ് തിരിഞ്ഞു പോവും. കോണ് തിരിഞ്ഞ ഞങ്ങളുണ്ടല്ലോ കോണോട് കോൺ ചേർന്ന് നിന്ന് കോൺ വരയ്ക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഈ കോൺ വരയ്ക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. എന്താണെന്നറിയാമോ, ഇതൊന്നും മേടിച്ചു തരാനായിട്ടുള്ള ഈ ഉത്തരവാദിത്വം ഞങ്ങളുടെ പേരൻസിന് ഇല്ലെന്ന് തന്നെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കോടീശ്വരന്മാരായിട്ടുള്ള പേരൻസിൻ്റെ പരമനാറികളും ദരിദ്രവാസികളുമായിട്ടുള്ള മക്കളായിരുന്നു ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോക്സിനകത്ത് അതില്ലായിരുന്നു, ബോക്സും ഇല്ലായിരുന്നു. കോൺ വരയ്ക്കാൻ ഇരിക്കുമ്പം എന്നോടൊന്നും ചോദിക്കല്ലേ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും സാറിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡേ നിന്റെ കോൺ അവിടെ ഡി. സാറിൻ്റെ റെസ്പെക്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ കേട്ട് ഞാനൊന്ന് ഒന്ന് മുകളിലോട്ടൊന്ന് നോക്കുമ്പോൾ സാറിൻ്റെ റെസ്പെക്റ്റ് ഇല്ലാത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിന്റെ വാച്ച് അവിടെ ഡി. കോണും വാച്ചും ഇല്ല, എന്തായാലും അടി ഉറപ്പാണ്. ഈ അടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ പെമ്പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ സിൽക്ക് പാവാടയാണ്. ഈ സിൽക്ക് പാവാടയ്ക്ക് ആകപ്പാടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു വള്ളിയാണ്. ഈ വള്ളി ചിലപ്പോൾ പിഞ്ചിയതായിരിക്കും, കീറിയതായിരിക്കും.
എന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് പെമ്പിള്ളാർ ആകപ്പാടെ ഈ സിൽക്ക് പാവാടയൊക്കെ എടുത്തോണ്ടല്ലേ പോകുന്നത്. അതിന് വള്ളിയുണ്ടോ, ഈ വള്ളി പിഞ്ചിയിരിക്കുകയാണോ, അതൊന്ന് തയ്ക്കണോ എന്നൊന്നും ആർക്ക് വീണ്ടും വിചാരമില്ല. പേരൻസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഉത്തരവാദിത്വ ബോധം അതൊക്കെ തന്നെ. എന്തായാലും ഈ കോണും ബോച്ചുമില്ലാത്ത എന്നെ സാറ് അടിക്കാനായിട്ട് ഈ പാവാടയൊക്കെ ഇങ്ങോട്ട് ഞൊറിഞ്ഞു പിടിച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ. പള്ളി പൊട്ടിപ്പോയോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ സലകാല ബോധമില്ലാതെ നിൽക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സാറ് അടിക്കാനായിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഓങ്ങിയതും, എന്തായാലും കോണല്ലേ പഠിപ്പിക്കുന്നത്, ഞാൻ 90 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തി. സാറിൻ്റെ വടിയുണ്ടല്ലോ, കോൺസെൻട്രേഷൻ തെറ്റി മേശമേലടിച്ച് 2 പൊളന്നു. അപ്പോഴാണ് ആ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ കംസൻ അവൻ ചോദിച്ചു, സാറേ അതെടുത്തോണ്ട് വരട്ടെ എന്ന്. ഏതാ? വടി. അവനാണെങ്കിലുണ്ടല്ലോ മൂർഖന്റെ വിഷവും കഴുതയുടെ ബുദ്ധിയുമുള്ള അവനെ തലേന്ന് പേരെഴുതാൻ വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവനായിരിക്കും. അവൻ വടിയെടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പം സാറ് തലകുലുക്കി. ഇവൻ വടിയെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി, അവിടെ HMന്റെ അടുത്ത്. പണ്ടത്തെ HMന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ചൂരലെല്ലാം കൂടെ ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കും. ആർക്കാന്നറിയാമോ? പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട്. ഓരോ ചൂരലും ഇഷ്യൂ ചെയ്യുമ്പോഴത്തേന് ആ HMന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണണം. അങ്ങനെ HMന്റെ കയ്യിൽ നിന്ന് അവൻ ആ ചൂരലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് റൂമിൻ്റെ വാതിലങ്ങ് നിൽക്കുമ്പോഴത്തേന് എന്താണെന്നറിയത്തില്ല കേട്ടോ. രാഘു അവൻ്റെ ഇടതുവശത്താണോ, ഗുളിയൻ അവൻ്റെ വലതുവശത്താണോ, ചൊവ്വ അവൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വട്ടം കറങ്ങുവാണെന്നറിയത്തില്ല. സാറ് എൻ്റെ കാര്യം അങ്ങ് മറന്ന്. എന്നിട്ട് അവനോട് ചോദിച്ചു, ടാ നിന്റെ കോണമെവിടാന്ന്. അവനല്ലേ പോത്ത് മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് ചിരിച്ചിട്ട് അവൻ്റെ അത് കാണിച്ചു. ഏത്? അവന്റെ കോണ് കാണിച്ചപ്പോൾ അവന് കോണുണ്ടായിരുന്നോ? പക്ഷെ അതില്ലായിരുന്നോ? ഏത്? ഡിഗ്രി ഇല്ലാത്ത അവന്റെ കോണ് നോക്കി സാറ് അവൻ കൊണ്ടുവന്ന വടിയാൽ അവനെ അങ്ങോട്ട് അടിക്കാൻ ആരംഭിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ ഭാഗവും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റിലെ അവനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കി സൂം ചെയ്ത് സാറ് അടിക്കാൻ തുടങ്ങുകയാണ്. അസ്ഥാനത്ത് ഏതോ കൊണ്ട പന്നിയെ പോലെ അവനൊന്ന് ചാടി പൊങ്ങിയിട്ട് അവന്റെ ലിയനാർഡോ ഡാവിഞ്ചി, ഇതാണേ ലിയനാർഡോ ഡാവിഞ്ചി കൊണ്ട് സാറിന്റെ മുണ്ടക്കയറി അങ്ങ് പിടിച്ചു. സാറിൻ്റെ അതും മറ്റേതും കൂടെ ഒരുമിച്ച് അങ്ങ് മേലോട്ട് കയറിപ്പോയി. വേറൊന്നുമല്ല, സാറിൻ്റെ മാനവും അഭിമാനവും കൂടെ ഒറ്റയടിക്ക് മേലോട്ട് കയറിപ്പോയി. ഒരു ജല്ലിക്കെട്ട് കാളെ പോലെ സാറ് അവൻ്റെ രണ്ടാമത്തെ ഓർഗനെ ലാക്കാക്കി പറഞ്ഞു. ഏതാണെന്നോ? അവൻ്റെ അമരിഗോ ബെസ്പുജി. അവൻ്റെ അമരിഗോ ബെസ്പുജി ലാക്കാക്കി അടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ ഡിഗ്രി മാറ്റി. 90 ഡിഗ്രിയിൽ നിന്നോ 10 ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തി. സാറിൻ്റെ സ്ഥാനം തെറ്റി. രോഷാകുലനായ സാറ് പിന്നീട് അവൻ ഒരേ ഒരു അവയവം മാത്രമേ ഉള്ളായിരുന്നു, അവൻ്റെ 10 സിക്രി. ഈ അവൻ്റെ 10 സിക്രി ലാക്കാക്കി സാറ് ഒരൊറ്റ കീച്ചങ്ങ് കീച്ചി. പിന്നെ എന്താണെന്നറിയത്തില്ല, ഞങ്ങളുടെ ആ ക്ലാസ് റൂം ഉണ്ടല്ലോ പ്രളയബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഞങ്ങൾക്കുണ്ടല്ലോ അവിടെ പോകാതെ അത് കാണാനൊത്തു. എവിടെ? അമേരിക്കയിൽ പോകാതെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാനൊത്തു. മകളെ യാത്ര മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? കഴിഞ്ഞപ്പോഴത്തേന് നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം സാറ് ഒരു വെടിനിർത്തൽ പരിപാടിയും നയപ്രഖ്യാപനവും കൂടെ ഒരുമിച്ച് നടത്തിയിട്ട് പറഞ്ഞു,
കോൺ എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. നാളെ നമുക്ക് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളിലെ ലസാഗു ആൻഡ് ഉസാഗു പഠിക്കാന്ന്. ഈ കാലമാടൻ ഇനിയും വിടാൻ ഭാവമില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട് വീണ്ടും വന്നു. കാലം കാത്തുവെച്ച കർമ്മയോഗിയെ പോലെ വീണ്ടും ദാ കയറി വരുന്നു ലസാഗു ആൻഡ് ഉസാഗു. Once upon a time